ഞാനൊരു ചലഞ്ച് ഏറ്റെടുത്തിരിക്കുകയാണ്. അടുത്ത ഒരു 24 മണിക്കൂറത്തേക്ക് എന്നെ ഫോണിൽ കിട്ടില്ല, മെസ്സേജ് ചെയ്യാൻ പറ്റില്ല. ഓ ഇതെവിടാ? ഇത് എവിടെയാണ്? ഞാൻ ഈ സ്ഥലത്ത് ഇതുവരെ വന്നിട്ടില്ല. Boogeyman. WWE. Red Bull doesn't give you wings. Lat pull downs too. ഹായ് ഗൈസ്. സോ ഞാൻ ഈ പോഡ്കാസ്റ്റും വ്ളോഗിങ്ങും ചാനലും ഒക്കെ തുടങ്ങിയതിന് ശേഷം പൊതുവെ ഒരു പരാതിയുണ്ട്. പരാതി വീട്ടിൽ നിന്ന് തന്നെയാണ്. ലൈക്ക് എൻ്റെ ഫോൺ യൂസ് കാര്യമായിട്ട് കൂടിയിട്ടുണ്ട്. അതായത് ഇതിൻ്റെ ഉപയോഗം കാര്യമായിട്ട് കൂടിയിട്ടുണ്ടെന്ന്. ആ പരാതിയിൽ ഒരു പരിധിവരെ സത്യമുണ്ട്. സോ ഇന്ന് ഐ തോട്ട് ഒരു ഡീടോക്സ് പോലെ ഒരു സാധനം ചെയ്യാമെന്ന്, ലൈക്ക് എന്നെ തന്നെ ചലഞ്ച് ചെയ്യുന്ന പോലെ ഒരു സാധനം ചെയ്യാമെന്ന് വിചാരിച്ചു. I'll be going 24 hours without my phone. No calls, no WhatsApp, no text, nothing. So, let's see how this goes. ഇപ്പോൾ ആക്ച്വലി സമയം 1 മണിയാവാറായി. സോ അടുത്ത ദിവസം 1 മണി വരെ ഐ വോണ്ട് ബി യൂസിങ് മൈ ഫോൺ. സോ ഇന്നത്തെ എൻ്റെ ലൈഫ്, ലൈക്ക് ഫോണില്ലാത്ത എൻ്റെ ലൈഫ് പകർത്തിയെടുക്കാൻ എൻ്റെ കൂടെ എൻ്റെ ഒരു ഫ്രണ്ടും കൂടിയുണ്ട്. ആൻഡ് വേറൊന്നുമല്ല, ഞാൻ പകർത്തിയ സാധനങ്ങളും കിട്ടില്ല, അതുകൊണ്ടാണ്. സോ I'll show you my friend. Yes. Sandesh. Hello. This is Sandesh. Sandesh, my friend. Sandesh, good to have you. Hello. So, സന്ദേശിൻ്റെ ക്യാമറയും ഇന്ന് മൊത്തം എൻ്റെ കൂടെ ഉണ്ടാവും. സോ ലെറ്റ്സ് സീ ഹൗ ദിസ് ഗോസ്. സോ ഗൈസ്, ഫോൺ 24 മണിക്കൂറത്തേക്ക് ഉപേക്ഷിക്കുന്നതിന് മുൻപ് ലൈക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ വിളിക്കണം. ലൈക്ക് ഞാൻ ഡെയിലി കാണുന്ന കുറച്ച് ആൾക്കാരൊക്കെ വിളിക്കണം. ഇന്നത്തെ പ്ലാൻസ് സോർട്ട് ചെയ്യണം. നമുക്ക് വിളിച്ചു നോക്കാം. ഓ പിന്നെ ഈ ഫോണിൽ നോക്കാതിരിക്കുന്നത് ആക്ച്വലി വളരെ എളുപ്പമാണ്. പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് ഇത് എന്താ മാറ്റാത്തതെന്ന്. ആക്ച്വലി എന്താ പറയുക, എൻ്റെ പേരൻസ് തന്നെ ചോദിച്ചിട്ടുണ്ട് എന്താ മാറ്റാത്ത. അവർ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ ആക്ച്വലി വേറൊരു ചലഞ്ചിലാണ്. ലൈക്ക് ഈ ചാനലിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് I'll buy a new ഫോണെന്ന് നടക്കുമെന്ന് എനിക്കറിയില്ല. ബട്ട് I'll try. എനിവേസ്, നമുക്ക് വിളിക്കേണ്ടവരൊക്കെ ഒന്ന് വിളിക്കാം. മൈ ഫ്രണ്ട് ആദർശ്. ബ്രോ, ഇന്ന് ഞാനൊരു ചലഞ്ച് ഏറ്റെടുത്തിരിക്കുകയാണ്. അത് വന്നിട്ട് പറയാം. ഇന്ന് എന്തെങ്കിലും പരിപാടി സെറ്റ് ചെയ്യാൻ പറ്റുമോ? എവിടെയെങ്കിലും പോ, നീ പറ, നീ പ്ലാൻ ചെയ്യും. എപ്പോഴും പ്ലാൻസ് നീ അല്ലേ എടുത്ത്. കമോൺ. ഷോർട്സ് ടവല്, വെള്ളം. ഓക്കെ, ഹി ഹാസ് പ്ലാൻ സംതിങ്. അടുത്ത ആളെ വിളിക്കാം. അളിയ, ഞാനൊരു ചാലഞ്ച് ഏറ്റെടുത്തിരിക്കുകയാണ്. അളിയ, അടുത്ത ഒരു 24 മണിക്കൂറത്തേക്ക് എന്നെ ഫോണിൽ കിട്ടില്ല, മെസ്സേജ് ചെയ്യാൻ പറ്റില്ല. പ്രത്യേകിച്ചൊന്നുമില്ല, ഞാനൊരു ഡീടോക്സ് പോലെ ഒരു ചലഞ്ച്. ഇപ്പം എല്ലാം ഫോണിലാണല്ലോ. ഞാൻ ഈ മറ്റേ ചാനൽ തുടങ്ങിയതിന് ശേഷം പരിപാടി ഫുൾ ഫോണിലാണ്. അപ്പം ഞാനൊരു ഡീടോക്സ് പോലെ ഇന്നൊരു പരിപാടി സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് എന്നെ ഫോണിൽ കിട്ടില്ല, ഇന്ന് സംസാരിക്കാനേ പറ്റില്ല നമ്മൾ തമ്മിൽ. ഞാൻ നാളെ വിളിക്കാം. ചിലപ്പോ അങ്ങനെയും പറയാം. എൻ്റെ ഡേയും കാണിക്കും. ആദർശ് എന്തോ ഒരു പ്ലാൻ ഇട്ടിട്ടുണ്ട്. എൻ്റെ അടുത്തൊരു ഒരു ഷോർട്സ് ഒരു ടവലും എടുത്തിട്ട് ഇറങ്ങാൻ പറഞ്ഞു, അങ്ങോട്ട് പോവാന്ന്. അപ്പം ഞാനിപ്പോൾ ബാക്കി കോൾസ് എല്ലാം ഇങ്ങനെ എന്താ പറയുക, എല്ലാവരെയും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ മാൻ, ബൈ. അളിയ, വൈകിട്ട് ഒന്ന് മീറ്റ് ചെയ്യണമല്ലോ. നീ പറ, എത്ര മണിക്ക് ഫ്രീ ആവും? നമുക്ക് ചിൽ ചെയ്യാം. ഞാൻ ഇന്നൊരു ചലഞ്ച് ഏറ്റെടുത്തിരിക്കുകയാണ്. ഒന്നുമില്ലല്ലേ, 24 മണിക്കൂർ ഫോണില്ല. അപ്പോൾ ലൈക്ക് ഫോൺ എവിടെയും പോയില്ല. പക്ഷെ 24 മണിക്കൂർ ഫോൺ ഉപയോഗിക്കൂല. ഇൻസ്റ്റ ഇല്ല, വാട്സാപ്പ് ഇല്ല, ടെക്സ്റ്റ് ഇല്ല, ഫോൺ ചെയ്യില്ല. അങ്ങനെ ഒരു ഡീടോക്സ് പോലെ, ഒരു ചലഞ്ച് പോലെ. അപ്പൊ ഇല്ല, രാത്രി ഉപയോഗിക്കില്ല ഫോൺ.
അപ്പൊ ബ്രോ ഇന്ന് ക്ഷീണമില്ലാണ്ട് കിടന്നുറങ്ങും. അതിന് അനച്ചു വരുമോ? ഞാൻ അവളെ വിളിക്കുന്നുണ്ട്. ഒന്ന് ആഡ് ചെയ്ത് കളിയാ. തീരെ വിദ്യാഭ്യാസം ഇല്ലാത്ത മോനാണോ? ലൈൻ കട്ട്. ശരി, വർക്കിലായിക്കോട്ടെ. എടി നമുക്കിന്ന് വൈകിട്ട് ചിൽ ചെയ്യണ്ടേ? അങ്ങനെ 8 മണിയാകുമ്പോ പോണ്ടേ? നീ ഉപയോഗിച്ചോ? ഞാൻ ഉപയോഗിക്കില്ല എന്നാണ് പറഞ്ഞത്. ഇവളെന്തോ അതെ, ഇത് എടാ ഇത് റെക്കോർഡ് ചെയ്യണം. മാന്യമായിട്ട് ഒരു ഞങ്ങള് വെറുതെ ഇവിടെ അടുത്ത് വരെ. കഴിക്കാൻ എന്തെങ്കിലും കഴിക്കാം, പുറത്തുനിന്ന് എന്തെങ്കിലും കഴിക്കാം. അപ്പൊ ഞാൻ ഇന്നൊരു ചലഞ്ച് ഏറ്റെടുത്തിരിക്കുകയാണ്. ഒന്നുമില്ല, ഞാൻ ഇന്ന് 24 മണിക്കൂറത്തേക്ക് ഫോൺ ഉപയോഗിക്കില്ല. ശരി, ടിപ്പിക്കൽ ദാറ്റ് ബിഹേവിയർ. ഞാൻ ചലഞ്ച് ഏറ്റെടുത്തിരിക്കുകയാണ്. ഓക്കെ, ശരി, ഓക്കെ. സോ ലൈക്ക് ചലഞ്ച് തുടങ്ങുന്ന സമയം ഐ ആം ഗോണ കീപ് മൈ ഫോൺ ഹിയർ സംവെയർ. ഇപ്പം ഞാൻ ഓഫീസിലാണ്. സോ നാളെ ഒരു 1 മണിയാകുമ്പോൾ ഇവിടെ വന്ന് ഈ ഫോൺ തിരിച്ചെടുക്കും. സോ അതുവരെ നോ ഫോൺ. യെസ്, ഓക്കെ. ഏകാന്തതയുടെ അപാരതീരം ഏകാന്തതയുടെ. ഓക്കെ, മിക്കവാറും അവൻ ചീത്ത വിളിക്കും. നമുക്ക് നോക്കാം. ഹായ് അളിയ. സോറി അല്ലേ, മഴ കണ്ടില്ലേ, നനഞ്ഞ്. പോവാം. ഓക്കെ ഗൈസ്, കാലാവസ്ഥ കാര്യമായിട്ട് നമ്മുടെ പ്ലാൻസ് നശിപ്പിച്ചിരിക്കുകയാണ്. ആൻഡ് ദിസ് ഇസ് ആദർശ്, എൻ്റെ ചൈൽഡ്ഹുഡ് ബെസ്റ്റ് ഫ്രണ്ട്, സന്ദേഹ സഹചാരി, ജിം ബ്രോ. അളിയെ പറ, നമ്മളെക്കോട്ടാ പോകുന്നത്? നമ്മളൊരു സ്ഥലം വരെ പോകുന്നു. സ്ഥലം ഏതാണ്? അത് മതി. ഓക്കെ, ശരി. ഞാൻ വീട്ടിൽ നിന്ന് നേരെ വണ്ടി ഓടിച്ച് വന്ന സമയം ഫുള്ള് മഴ. ഇവിടെ നിന്ന് മറ്റേ ഒരു തുള്ളി പോലും പെയ്തിട്ടില്ല. ഓൺ ദ വേ. ഇവൻ വെറുതെ പറയുന്നത് ഇറങ്ങിയില്ല. അത് അഴീക്കോട് ജംഗ്ഷനിലാണോ നിക്കുന്നത് ഇപ്പൊ? നടക്കണ്ടായിരുന്നു. നമുക്ക് അഴീക്കോട് ജംഗ്ഷനിൽ വെച്ച് കാണാം. ഞാൻ വീട്ടിൽ നിന്ന് അതുവരെ നടക്കാതെ സ്റ്റെപ്സ് എല്ലാം കംപ്ലീറ്റ് ആവുമല്ലോ. ഇത് കഴിഞ്ഞാണ് അഴീക്കോട് ജംഗ്ഷൻ. ഇത് ഫുൾ ബാക്ക് ഷോട്ട് ആണല്ലോ. ഫ്രണ്ടിൽ എന്തെങ്കിലും വെക്കാൻ വകുപ്പുണ്ടോ അല്ലേ സന്തോഷേ? തുറന്നു പറഞ്ഞല്ലേ? ഓക്കേ, കൊള്ളാം, എല്ലാരും ഉണ്ട്. ഹായ് ഗൈസ്. ഞാൻ ഈ ടിപ്പിക്കൽ വ്ളോഗൊന്നും ഇതുവരെ എടുത്തിട്ടില്ല. അതിൻ്റെ ഒരു ഇൻഎക്സ്പീരിയൻസ് ഉണ്ട്. ഇതെങ്ങനെ വെക്കുന്നത് സമ്മതിക്കണം കേട്ടോ, ഇത് എടുക്കുന്നവര്. ശീലമാവണം. കൊള്ളാം കേട്ടോ, പക്ഷെ ഞാൻ അത്ര ഉള്ളൂ. ഇല്ല, വീട്ടിൽ അതാ ഇപ്പൊ ശരി. ഓ, വലിയ കേസാണ് അതൊക്കെ. ലൈസൻസ് ഒക്കെ കട്ട് ചെയ്യും കേട്ടോ. ഓക്കെ, നിന്റെ ശ്രദ്ധ ഞാൻ തിരിക്കുന്നില്ല. നമ്മൾ ശരിക്കും സംസാരിക്കുന്നതിന്റെ ഫുട്ടേജ് ഒക്കെ പുറത്തിട്ട് കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. ശരിക്കും സംസാരിക്കുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് സംസാരം. ശ്രീരാം ഇപ്പൊ എവിടെ? അഴീക്കോട്. നമ്മളിപ്പോ എവിടെയാണ്? അഴീക്കര. ഇത് ഈ അഴീക്കോട് അരുവിക്കര നമ്മൾ എത്ര ദൂരത്തിന്റെ വ്യത്യാസമുണ്ട്? 2 കിലോമീറ്റർ. 2 കിലോമീറ്റർ. ഓക്കെ. ഒരു പ്രത്യേകതരം ജീവിതമാണ് ആദർശിന്റെ. ഞാൻ ഫോണില്ലാത്തതുകൊണ്ട് മാപ്പ് ഇടുന്നില്ല.
ആദർശ് ഫോൺ ഉണ്ടായിട്ട് മാപ്പ് ഇടുന്നില്ല. ആദർശ് മാപ്പേ ഇഷ്ടമല്ല, വഴിയും ചോദിക്കുന്ന ഇഷ്ടമല്ല. എന്താണ് അതിന്റെ പിന്നിലൊരു ലോജിക്? നമ്മുടെ നാടല്ലേ. ജയ് ശ്രീരാം. എടാ തുറന്നെടുക്കടാ. ശ്രീരാം വെൽക്കം. ക്യാമറ ഉള്ളതുകൊണ്ടാണ് ചിത്രം കളിക്കാത്ത. ഇവൻ മാപ്പ് ഇടൂല, അറിയില്ലല്ലോ. ഞാൻ പറഞ്ഞില്ലേ മുന്നോട്ട് വെച്ച വഴി മുന്നോട്ട്, ഇനി പിറകെ തിരിയും. അത് വളയാതിരിക്കാനാണ് നേരെ വരാൻ പറഞ്ഞത്. നേരെ വന്നിരുന്ന കറണ്ട് എത്തിയാണ്, നീ വളയ്ക്കാൻ പോകണ്ടല്ലേ. നമ്മള് ബോർഡ് വെച്ചേക്കുന്നു, ബോർഡ് നോക്കി വരുന്നു. ശ്രീരാം ഹായ് പറയൂ. ശ്രീരാമിന്റെ കല്യാണമാണ് ഗൈസ്, ദ ബാച്ചിലർ. ഡീസൽ അടിച്ചില്ലല്ലടാ. അല്ല അപ്പോഴത്തേക്കും വരും മറ്റേ അളിയ. ഇത് ചെറിയൊരു പ്രശ്നമുണ്ട്, ഡീസൽ കേറി കേട്ടോ. അല്ല ഇങ്ങനെ അല്ലേ, അപ്പൊ തന്നെ കേറണതാണ്. അല്ല ഞാൻ ഇത്ര ഓട്ടിക്കണല്ലേ, എനിക്ക് അറിഞ്ഞു. അല്ല തിരിച്ചു വരാനുള്ള ഡീസലും കൂടിയല്ലേ നമ്മൾ അടിച്ചത്. ഇന്ന് എല്ലാവർക്കും ഒരു എക്സ്പീരിയൻസ് ആണ് ഇന്നോവ തള്ള. ലീവ് എടുത്ത് ഇന്നോവ തള്ള ശ്രീരാം. മറ്റു പാതാളം പോലത്തെ ടാങ്ക് പോയിട്ട് വന്നേക്കാണ്. എന്നിട്ട് മറ്റേ അയാള് ഡീസൽ അടിച്ചിട്ടില്ല. 50 ലിറ്റർ അതിൽ 10 ലിറ്റർ അടിച്ചിട്ട് 10 ലിറ്റർ കേറിയില്ല. അല്ലെ കേറിയില്ല. ആലോചിച്ച് നോക്കാം, അവിടെ എങ്ങാനും പോയി അയാളുടെ അടുത്ത് മെക്കിട്ട് കയറി. താൻ ഡീസൽ അടിച്ചില്ലല്ലേ? ചേട്ടാ പറയണമെന്ന് തോന്നരുതെന്നൊക്കെ. ഒരിടത്ത് പണിക്കുന്ന കുറച്ച് ആത്മാർത്ഥത അടിക്കണം. നമ്മള് ചോദിച്ച കാര്യം ടാങ്ക് കപ്പാസിറ്റി അത് 50 ലിറ്റർ. മറ്റേ തെണ്ടി തിരിഞ്ഞിറങ്ങണം പറയണം, മറ്റേ വ്ളോഗിംഗ് എന്ന് പറഞ്ഞ് ഇറങ്ങിയിരിക്കുകയാണ്. അല്ല തനിക്ക് ജോലിയുണ്ട്. ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. എടാ ഒന്ന് ചോദിക്കണോ എന്ന്? സംഭവമൊന്നുമില്ല, കയറ്റം വേണ്ടി കേറിയില്ല. അതില് വേറെ ചോദിച്ചിന് മനസ്സിലാക്കേണ്ട കാര്യമൊന്നുമില്ല, കാണപ്പോഴേ മനസ്സിലാവൂലേ. ലോഡ് കണ്ടില്ല ഇരിക്കണത്. ടിക്കറ്റ് കാണിക്കണോ? ഇല്ല ഇവിടെ തന്നെ. അല്ല ഓ ഓ നീ ഇറങ്ങിക്കോ. ഇപ്പൊ ഇവിടെ കുളിക്കാൻ പറ്റൂലേ? അല്ല ഇപ്പൊ ഇവിടെ എന്താ വെള്ളം കൂടിയിരിക്കുകയാണോ? വെള്ളം ഇപ്പൊ കൂടുന്നത് മലയ്ക്ക് മഴ പെയ്താൽ നമുക്ക് അറിയാൻ പറ്റൂല. നമ്മൾ കുളിച്ചോണ്ടിരിക്കുന്ന നേരത്തിന് തന്നെ നിങ്ങൾക്ക് ഓ കുഴപ്പമില്ലല്ലോ, വീഡിയോ എടുക്കുന്നുണ്ട്, കുഴപ്പമില്ല. ഇത് അങ്ങനെയൊന്നുമല്ല. ഇത് ഞാൻ ആക്ച്വലി ഒരു എന്താ പറയാ, എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട്. അപ്പൊ ആ ചാനലുമായിട്ട് ബേസ് ചെയ്തിട്ട് ലൈക്ക് വെറുതെ ഒരു കാഷ്വൽ സാധനം എടുക്കുന്നത്. നമ്മളവിടുന്ന് പറഞ്ഞാണ് അയച്ച അങ്ങനെ ഈ മഴ ഇറക്കരുതെന്ന്. ഇറക്കരുത്. ഓക്കെ ഓക്കെ. ചേച്ചിയുടെ പേരെന്താ? എൻ്റെ പേര് മൂസ. ചേച്ചിയുടെ? നൈസ് മീറ്റിംഗ് യു. ഓക്കെ. ചെറിയ പ്ലാൻ എന്ന് പറഞ്ഞ് ഇവൻ എന്നെ ആക്ച്വലി ബ്രൈമോർ വരെ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇവിടെ കുളിക്കാൻ പറ്റില്ല, വെള്ളം കൂടിയിരിക്കുകയാണ്. സോ എടാ വേറെ എവിടെ കുളിക്കാന്നല്ലേ പറഞ്ഞ്? ആ താഴെ കണ്ട് കുളിക്കാന്ന് പറഞ്ഞ്. സോ അങ്ങോട്ട് പോവാം. ഫസ്റ്റ് ബ്രൈമോർ എക്സ്പീരിയൻസ് കഥ പറയലേ. എത്ര വർഷം മുന്നേ ആയിരുന്നു? 8 വർഷമെങ്കിലും ആവത്തില്ലേ? 8 വർഷമായി കാണും. നമ്മള് ഞാൻ അന്ന് LLB എൻട്രൻസ് റിപ്പീറ്റ് ചെയ്തിട്ട് ഇരിക്കുന്ന സമയം. നീ എന്ത് ചെയ്യുന്നു? ഞാൻ പ്രത്യേകിച്ച് ഞാൻ അന്ന് ഒന്നും ചെയ്തില്ല. പണിയില്ല, ഇപ്പോഴും ഒരു പണിയില്ല. അപ്പൊ പ്രത്യക്ഷത്തിൽ എനിക്കും പരിചയ പണിയൊന്നുമില്ല, എൻട്രൻസ് റിപ്പീറ്റ് ചെയ്യുന്നു മാത്രം. ഞാനും ഇവനും കൂടി ഇവന് ഞാൻ റോഡ് വെച്ചാണ് കണ്ടത്. ഞാൻ മറ്റേ ക്ലാസ് കട്ടിയിട്ട് എവിടെയെങ്കിലും പോയി ഇരിക്കാന്ന് വിചാരിച്ചപ്പോഴത്തേക്കും ഞാൻ നോക്കിയപ്പോൾ ഇവ റോഡ് വയ്ക്കുന്നത്. അപ്പൊ ഞാൻ ഇവന്റെ അടുത്ത് ചോദിച്ചു നമുക്ക് എവിടെയെങ്കിലും പോയാലോ ഒന്ന്. ഇവന്റെ അടുത്ത് പറഞ്ഞു ബ്രൈമൂർ പോയിട്ടുണ്ടോ എന്ന്. ഞാൻ പറഞ്ഞില്ല, ബ്രൈമൂർ പോയിട്ടില്ല. പറയണ കേട്ടാത്തൊന്നും ഞാൻ അന്ന് 10 വർഷം പോയിട്ട് എന്നോട് ഞാനും പോയിട്ടില്ല. അവനും പോയിട്ടില്ല. പക്ഷെ എന്നോട് ചോദിച്ചു ബ്രൈമൂർ പോയിട്ടുണ്ടോ? ഞാൻ പറഞ്ഞ ഞാൻ പോയിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു എന്നാ പോവാന്ന് പറഞ്ഞ്. കയ്യിൽ ലൈസൻസ് പോലും ഇല്ല. അത് പറയണ്ട. ഞങ്ങൾ ബസ്സിലേക്ക് അല്ല വേണ്ട, ആരോട് കള്ളം പറയുന്നത്, നമ്മൾ വണ്ടി കയറി. ഇവന്റെ ഒരു സ്പ്ലെൻഡർ ഉണ്ടായത്, അതിൽ കയറി പോയി. സോ എന്നിട്ട് മെയിൻ സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോയി ഇറങ്ങി കുളിച്ച് ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു.
അത് കഴിഞ്ഞിട്ട് നമ്മള് ഈ വഴി കൂടി വരികയാണ്. അന്ന് ഈ വഴി ഇത്ര ഇംപ്രൂവ്ഡ് അല്ല, നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവരും ഞാനും കൂടി പറയാണ്. അപ്പൊ കയ്യിൽ അത്യാവശ്യം പൈസ ഉണ്ട്. എനിക്കൊന്ന് ലഞ്ച് കഴിക്കാൻ തന്നൊരു 10-300 രൂപയുണ്ട്. ഇവന്റെ ഒരു 500 രൂപ ഉണ്ട്. 500 രൂപ കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര രസമുള്ള കാര്യമാണ്. അപ്പൊ ഇവനും ഞാനും കൂടി പൊക്കോണ്ടിരുന്നപ്പോ നമ്മൾ മനസ്സിൽ ഇതാണ്, മറ്റേ എവിടെയെങ്കിലും കയറി ലാവിഷായിട്ട് തിന്നുക, എന്നിട്ട് കിടന്നുറങ്ങുക. പക്ഷെ ഞാൻ അത്ര നേരം അറിഞ്ഞില്ല ആ ദിവസം നമ്മുടെ ഏറ്റവും എന്താ പറയാ, എന്റെ ജീവിതത്തിലെ ഏറ്റവും മൂഞ്ചിയ ദിവസം അതായിരിക്കും ഞാൻ മനസ്സിലാക്കിയത് കുറച്ച് കഴിഞ്ഞിട്ടാണ്. അവിടെ വെച്ച് വണ്ടിയുടെ ടയർ പൊട്ടി എന്ന് പറഞ്ഞാൽ ടയറിലെന്തോ പൊത്ത് കയറി. മിക്കവാറും തൊട്ടടുത്തൊരു പഞ്ചർ കട ഉണ്ടായിരുന്നു, അവൻ അള്ളു വെച്ചാണെന്നാണ് എന്റെ സംശയം. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് മറ്റേ ഞങ്ങള് വണ്ടിയൊക്കെ ശരിയാക്കി കയ്യിലുള്ള കാശൊക്കെ കൊടുത്ത് ബാക്കി ഒരു 200 രൂപ എന്തോ ഉണ്ടായിരുന്നു, അത് വെച്ച് ഞാനും ഇവനും കൂടി ഏതോ തട്ടുകടയിൽ ചെന്ന് തിന്ന് വീട്ടിൽ എത്തിയപ്പോഴത്തേക്കും വീട്ടുകാർ മറ്റേ കലിയുള്ളി നിൽക്കുന്നു. ഞാൻ എൻട്രൻസ് കട്ടടിച്ച് ഇറങ്ങി അറിഞ്ഞ്. നല്ല ദിവസമായിരുന്നു. പ്രൈമർ പോയത് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി മൊത്തം ആ ദിവസം ഫുൾ മുഞ്ചലായിരുന്നു. നല്ല മഴ ഉണ്ടായിരുന്നു, നല്ല ക്ലൈമറ്റ് ആയിരുന്നു. ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നോർത്ത് വീടിച്ച് പോകുന്നു. ഉള്ളതാ കള്ളോ? 24 ന്യൂസിൻ്റെ ഇപ്പൊ കണ്ടോ? കാർത്തിക് എന്റെ അളിയാ, ഇതെവിടാ? അഹമ്മദാബാദ്. ഓ ക്രാഷായി കണ്ടോ? കാർത്തിക് മറ്റേ എന്താ പറ്റിയത്? ഒരു കനേഡിയൻ നാഷണൽ, 160 ഇന്ത്യൻസ്, 53 ബ്രിട്ടീഷ് പൗണ്ട. ഓ, ഇത് എവിടെയാണ്? ഞാൻ ഈ സ്ഥലത്ത് ഇതുവരെ വന്നിട്ടില്ല. എനിക്കൊന്ന് ബ്രൈമൂർ വന്നവരെല്ലാം ലൈക്ക് എന്താ പറയാ, മോസ്റ്റ്ലി അപ്പുറത്തായിരിക്കും വിളിച്ചിട്ടുള്ളത്. ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്ന് വിളിക്കുന്നത്. അല്ല, ഇതങ്ങനെ കുറച്ച് അൺഎക്സ്പ്ലോർഡ് ആണെന്ന് തോന്നുന്നു. എടാ, നമ്മൾ ഇതുവരെ ഇവിടെ കുളിക്കാൻ വന്നിട്ടില്ലല്ലേ? നമ്മളിവിടെ വന്നിട്ടുണ്ടോ? സോ ഗൈസ്, ചെറിയ പ്ലാൻ എന്ന് പറഞ്ഞ് ഇവൻ എന്നെ പ്രൈമർ വരെ കൊണ്ടുവന്നു. ലൈക്ക് വെരി ഗുഡ് എക്സ്പീരിയൻസ്, വെരി റിഫ്രഷിങ്. എങ്ങനെ ഉണ്ടായിരുന്നല്ലോ എക്സ്പീരിയൻസ്? സ്പോട്ട് അടിക്കും. ഗൈസ്, ഇതാണ് ഞങ്ങൾ ആക്ച്വലി കുളിച്ച സ്പോട്ട്. സോ യുനോ, ഇറ്റ്സ് റിയലി ബ്യൂട്ടിഫുൾ. യു ഷുഡ് കം ഹിയർ സം ടൈം. ശ്രീരാം ബൈ. മറ്റേ ആദർശിന്റെ ചെറിയ പ്ലാൻ ഇഷ്ടപ്പെട്ട?
ഓക്കെ ടാറ്റ. ഞങ്ങളിപ്പോ ബ്രൈമൂറിൽ നിന്ന് ആദർശിന്റെ ചെറിയ പ്ലാൻ കഴിഞ്ഞിട്ട് ഇപ്പൊ സമയം 8 മണി കഴിഞ്ഞു. സോ ഇനിയും അടുത്തൊരു സെറ്റ് ഓഫ് ഫ്രണ്ട്സിനെ കാണണം. ഇപ്പൊ ഞങ്ങള് കവടിയാറ് നിൽക്കുക. ആൻഡ് സന്ദേശ് ഉറങ്ങി. ഞാൻ അടിച്ച കൊഞ്ച നീ സേഫ് ആയിട്ട് വീട്ടിൽ കൊണ്ട് എത്തിക്കണേ. ആദർശ് എപ്പോഴും സ്ട്രോങ് ആയിട്ടുണ്ട്. പോവല്ലേ? ആ അപ്പൊ പോയേക്കാം. ശരി. സോ നമ്മൾ വീട്ടിൽ പോയി കുളിച്ചു, ഫ്രഷായി, അടുത്ത സെറ്റ് ഓഫ് ഫ്രണ്ട്സിനെ കാണാനായിട്ട് വന്നു. ഫോണില്ലാത്തതുകൊണ്ട് ബോറടി മാറ്റണമല്ലോ. രാവിലെ തന്നെ കുറച്ചധികം പ്ലാൻസ് എന്താ പറയുക വിളിച്ച് പറഞ്ഞതുകൊണ്ട് വളരെ നന്നായി, ബോറടി ഇല്ല. സോ ഇനി അവരുടെ റിയാക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അവർ ഇവിടെ ഉണ്ടാവുമെന്നാണ് എൻ്റെ ഒരു നിഗമനം. ആൻഡ് ഞാൻ ആക്ച്വലി 8 മണിക്ക് എത്താമെന്നാണ് പറഞ്ഞത്. ഇപ്പം സമയം 9:10. സോ ഐ എം ലേറ്റ് ബൈ 1 hour 10 minutes. സോ അപ്പോൾ അവരെന്തായാലും ഇവിടെ കാണും. സോ ഐ വിൽ വെയിറ്റ് ഹിയർ ഫോർ ദം. സോറി, ഞങ്ങൾ പ്രൈമറി വെറുതെ ഫോണിലെത്തൊക്കെയാണ്. അതുകൊണ്ട് ഇവര് രാവിലെ വിളിച്ചു പറഞ്ഞു ഞാൻ ഇന്നൊരു ചലഞ്ച് ഏറ്റെടുത്ത് 24 മണിക്കൂർ ഫോണില്ല. അതാണ് ഇപ്പൊ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുന്നത്. എന്നാ എല്ലാരും ഓർഡർ ചെയ്യും, എന്തേലൊക്കെ പറ. അല്ലല്ലേ 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 എന്റെ ട്രീറ്റ് അല്ല. എന്താ എനിക്ക് വേണ്ടിയാണെങ്കിൽ നിനക്ക് എന്താ പ്രശ്നം എന്താണ്? അലമ്പല്ലേ നാട്ടുകാരായിട്ടാണ്. മതി മതി മതി. Can we have a glass of water? Like each, yeah, each. Normal water. Normal water, yeah. Contact number 9778. Ashin, you have revealed your number. Now you are. കുഴപ്പമില്ല. Contact me. ഇല്ല കളയല്ലേ. ആ ഇഷ്ടമുള്ളവർക്ക് എന്നെ വിളിക്കാൻ കേട്ടോ. നമ്പർ രാത്രി ഡിസ്റ്റർബ് ചെയ്തോളൂ, കുഴപ്പമില്ല. രാവിലെ എന്നെ വിളിക്കരുത്. രാവിലെ വിളിക്കും. ഓക്കെ, ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഇന്നത്തെ അടുത്ത സെറ്റിൽ വിത്ത് അടുത്ത സെറ്റ് പീപ്പിൾ. ആദർശ കാലത്ത് ഉണ്ടായിരുന്നു, ആദർശ എപ്പോഴും ഉണ്ട്. ആൻഡ് ഇവരെല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്യാം. നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ എവ്രിബഡി ബൈ നോ അശ്വിൻ. നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ അശ്വിൻ ഉണ്ടായിരുന്നു. ഞങ്ങള് ലാസ്റ്റ് കൊളാബറേറ്റ് ചെയ്തത് ജോർജ് മാത്യു സാറിന്റെ എപ്പിസോഡ്. അങ്ങനെ സോ അശ്വിൻ എന്റെ കോളേജിലാണ്. നമുക്ക് എത്ര വർഷമായിട്ട് ഞാൻ കുറച്ചധികം വർഷമായിട്ട് അറിയാം. ഇത് അനഘ ഗോപ് കുമാർ. ഞാനും സനലിൽ ഒരു റെസ്റ്റോറൻറ്റ് വെച്ച് പരിചയപ്പെട്ടപ്പോൾ കിട്ടിയത്, അങ്ങനെ പരിചയപ്പെട്ട. സോ അനഘ ഗോപ്കുമാർ ഒരു പെൺകുട്ടിയാണെങ്കിലും ലൈക്ക് എനിക്കങ്ങനെ ഭയങ്കരമായ ഫീമെയിൽ ഫ്രണ്ട്സ് ഒന്നുമില്ല. സോ പക്ഷെ എനിക്കുള്ള വളരെ അപൂർവം ഫീമെയിൽ ഫ്രണ്ട്സ് ഒരാളാണ് അനഘ ഗോപ്കുമാർ. ലൈക്ക് മെയിൻലി ഒരു ഫീമെയിൽ വൈബ് എനിക്ക് അങ്ങനെ ഭയങ്കരമായിട്ട് കിട്ടിയിട്ടില്ല. എൻ്റെ കൂടെ ചില്ല് ചെയ്യും, കാഴ്ച കളിക്കും, ജിമ്മിൽ വരുമായിരുന്നു. മോറിലൊക്കെ പോകും. ഇത് വിവേക്. ഞാൻ വിവേക്. നമ്മൾ എല്ലാം ഫ്രണ്ട്സ് ആയത് ലൈക്ക് മേ ബി അറ്റ് ദ സെയിം ടൈം എന്ന് വേണമെങ്കിൽ പറയാം. പ്രോബ്ലി ഐ മെറ്റ് ദീസ് ഗൈസ്. ഇവരുടെ കൂടെ വിവേകാണ് അനഘയുടെ അല്ല വെരി ക്ലോസ്. ഞാനൊന്നും പറയാൻ പാടില്ല. ഇതാണ് ഇവിടുത്തെ നോർമൽ കോൺവെർസേഷൻസ് ഗൈസ്. അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ. യെസ്, നമുക്ക് മൊണോപ്പൊളി കളിക്കണം. നനച്ചുള്ളതല്ലേ, കഴുത കളിച്ചാലോ? ഡാഡിയുടെ അത്ര വേണ്ട നോ. അത് ഞാൻ അത്യാവശ്യം നോർമലി സംസാരിച്ചു കഴിഞ്ഞാൽ നീ പറ
ഓ ഓക്കെ, നോർമൽ സംസാരം മതി, നോർമൽ. വേണ്ട വേണ്ട, നമ്മുടെ തനിക്കോണം നാട്ടുകാർ അറിയുന്നതിന് മുമ്പ് നമുക്ക് ചീട്ടുകൾ അല്ല ഊണുകളിലേക്ക് പോവാം. ചീട്ടുകൾ ബാഡാണ് കേസ്, ചീട്ട് കളിക്കരുത്. പുള്ളി പഠിപ്പിച്ചു തരാന്നൊക്കെ പറഞ്ഞ് പാറപ്പുറത്തല്ലേ കിടന്നത്? എല്ലാരും കൂടി കൊച്ചിനെ വെറുതെ കൊച്ചിനെ വെറുതെ ഇല്ല. അനക്ക് പറയും എപ്പോഴും നൈസല്ലേ? ഐ റെസ്പെക്ട് വുമൺ. ഐ ഡു റെസ്പെക്ട് വിമൻ. അടച്ചിട്ട് പോയി അടച്ചിട്ടുണ്ട് അങ്ങനെ പറയാം. ഭയങ്കര അഭിപ്രായമാണ് എല്ലാവർക്കും എന്നെ പറ്റി. നടുക്കത്തില്ല ട്രേ ആണ് കൊടുക്കത്തില്ല ട്രാ. അശ്വൻ പറഞ്ഞ കറക്റ്റ് ആണ്, ഈ കാർഡ് പോരാ. അശ്വൻ പറഞ്ഞ കറക്റ്റ് ആണ്, ഈ കാർഡ് പോരാ. ആ കളിക്കാം എന്നാ ചീട്ടിട്ട്. അല്ല അപ്പൊ വിവേകിന് കാർഡില്ലേ? റൂൾസ് അറിയാൻ പാടില്ലേ? പഠിക്കണം മിസ്റ്റർ. വയലറ്റ് ഇല്ല അവള് ഓക്കെ. സ്കൂളിലും പോയിട്ടില്ല, അത് തന്നെ വയലറ്റ്. ആ നീ കളി വയലറ്റ് ഇട്. ഞാനായിട്ട് സമാധാനപരമായ കളി. സാധാരണ ഇവിടെ അടി അടക്കുന്നതാണ് പതി ആകുമ്പോഴേ. ഇപ്പൊ കണ്ടില്ലേ, എന്തെങ്കിലും പറഞ്ഞ അപ്പൊ തന്നെ മുടക്ക് പറയും. എന്തിനാ ഞാൻ മിണ്ടാൻ പാടില്ല ഇവിടെ? ഞാൻ അടുത്ത ഫുൾ അങ്ങനല്ലേ, ആദ്യം ചീട്ട് തിരിക്കും. ആ ചീട്ട് തരും, എല്ലാം ചീട്ട് തരും. അടിയിൽ വെച്ച കളി ഞാൻ പറ്റി ഇടയ്ക്കടുത്ത് പുറത്ത് വെക്കളിയാ. എപ്പോഴും പുറത്തെടുക്കണ്ട, ആവശ്യമുള്ള ഇട്ടാതെ ഇത്. എല്ലാരും കണ്ടാ സർപ്രൈസ് പോയി. അത് ആരും ഇട്ടത്? ഞാനായിട്ട് ഒരു കാര്യം ചെയ്യും, യെല്ലോ വെച്ചേട്. ആ ആരാതപ്പ നീ? ഞാനും കളിക്കാൻ. എന്തിന് അവൻ കളിക്കണ്ട, സ്കിപ്പ് ചെയ്ത്. നീ നിന്റെ കോൺസെൻട്രേഷനും ഇല്ല, വിദ്യാഭ്യാസവും ഇല്ല. മോശം അല്ല, മറ്റേ മോശം എന്ന് പറഞ്ഞാൽ മോശം അല്ല, അഴുക്ക് എത്ര എന്തളിയാ ഇത്ര വേഗമല്ലേ? അവള് ഊണ വിളിച്ചു. താങ്ക് യു. ബീഫ് ക്രിസ്പർ. എടാ ഇതെന്തോ ഞാനാ പറഞ്ഞേ. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, നീ ഇട്ടിട്ടല്ലേ ഇവളിട്ട്, അപ്പൊ റിവേഴ്സ് ഇട്ടാ പിന്നെ നീ ഞാനല്ലേ കളിക്കണ്ടേ? പിന്നെ ഞാൻ നേരത്തെ എടുത്ത് വെച്ച ചീസ് എനിക്കൊന്ന് പൊക്കളെ എനിക്കറിയാം. നിന്റെ കാർഡെല്ലാം കാണാം ഇവിടെ. ബൂഗിമാൻ WWE. അത് തൊപ്പല്ലേ? നിന്റെ കാർഡെല്ലാം കണ്ടു ഇവിടെ. റെഡാണ് ഇതങ്ങോട്ട്. നീ എടുത്തിട്ട് ആ വെയിറ്റ്, നിനക്ക് +1 യെല്ലോ. എന്റെ സമയം നട്ടാന്ന് തോന്നുന്നു. അതങ്ങനെ ചീട്ടൊക്കെ ബാക്കി എന്ത് ചെയ്തു? നീ ചീട്ടൊക്കെ ബാക്കി ഇട്ട് ഇപ്പൊ ജയിച്ചു. നമ്മൾ വീണ്ടും നീ കഴിഞ്ഞോ? സെറ്റ്. കണ്ട എടുത്തിടാവോ? ഓ ശരി അത് ശരി. നാല് കാർഡാ, 2 കാർഡ്. പിന്നെ വല്യച്ഛന്റെ കളി. കോട്ട് 2 കാർഡ്. അത് ഗൂഗിളി ഒന്ന് പറഞ്ഞ 2 രൂപ കളി. നീ എന്തായാലും ഒന്ന് ഗൂഗിൾ ചെയ്യും. ഇവിടെ 2 കാർഡ് മതി. സത്യം, അതൊരു മര്യാദ വേണ്ടേ? കളർ ചേഞ്ച് ടു ബ്ലൂ.
ഉനോ ജയിച്ചല്ലേ മറ്റേ തോക്കാനും വേണം അതല്ലേ പറഞ്ഞേ എന്തായാലും അവസാനമാകുമ്പോ ഞാനൊരു ജയമുണ്ട്. അവസാനത്തെ ഒരു ജയം. അത് ഞാനാണ് സോറി ദ ലാസ്റ്റ് മാൻ. അത് നിനക്ക് ഷഫിൾ ചെയ്യാറുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ. ഓ ഷപ്പിളി അറിയാത്തോണ്ടാണ് ഞാൻ ഞാനൊരു കാര്യം പറയട്ടെ, നീ അടുത്ത കളി ഷഫിൾ അയ്യോ വേണ്ട എനിക്കറിയില്ല. കളി എങ്ങനെയൊക്കെയല്ലേ ഓരോന്ന് പഠിക്കുന്നത്. ഞാനായിരിക്കും ചെയ്യാനുള്ള ചീത്ത കൊടുക്കാലോ എല്ലാവർക്കും. ഊണോ മാറി ഇപ്പോ മൊണോപ്ലി ആയി. മിക്കവാറും ഈ കെഫെ അടയ്ക്കുന്നവരെ ഈ കളി എന്തായാലും തുടർന്നു. സോ എൻ്റെ ഡേ ഇറ്റ് വാസ് വെരി ഫൺ. താങ്ക്സ് ടു ദീസ് ഗൈസ്. ഇവരില്ലായിരുന്നെങ്കിൽ സത്യം പറഞ്ഞാൽ ഫോൺ ഇല്ലാത്തതിന്റെ ബോറടി ഞാൻ അറിഞ്ഞില്ല. സൈക്കിൾ അഗർബത്തി ദൈവമുണ്ട്. എന്റെ ഡേ അവസാനിക്കാണ്. ഈ കളി കഴിഞ്ഞ് ഞാൻ വീട്ടിൽ പോകും, കിടന്നുറങ്ങും. ബാക്കി നാളെ നോക്കാം. ഫോണില്ലാത്തോണ്ട് വിദേശ പര്യടനം ഉണ്ടാവുന്നതല്ലായിരിക്കും. ഇവൻ വിളിക്കില്ല അത്രയൊന്നും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇടും. അതൊന്നും നടക്കില്ല. ഇവന്റെയിലാണ് കളക്ഷൻ മുഴുവൻ. ഓ സോ തൽക്കാലം ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് പറയൂ ഗൈസ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഹായ്, ഗുഡ് മോർണിംഗ്. സോറി, ഗുഡ് ആഫ്റ്റർനൂൺ ആക്ച്വലി. ഇന്നലെ ഒരു 12:30 ആ ഒരു സമയപ്പോൾ ഞാൻ വീട്ടിൽ എത്തി. ആൻഡ് എന്തോ ഫുള്ളി പാക്ഡ് ആയിരുന്നുകൊണ്ട് തന്നെ ഡിന്നർ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഔട്ടായി. ലൈക്ക് ഐ വാസ് റിയലി ടയർഡ്. കിടന്നുറങ്ങി. സാധാരണഗതിയിൽ ഞാൻ വളരെ ലേറ്റായിട്ട് കിടന്നിട്ട് പണിയൊന്നും ഇല്ലെങ്കിൽ വളരെ ലേറ്റായിട്ട് എണീക്കുന്ന ഒരാളാണ്. ഇപ്പോൾ ഐ എം അറ്റ് മൈ ജിം. ഇന്ന് ഉച്ച കഴിഞ്ഞ് ഓഫീസിലേക്കും പോകണം. പക്ഷേ വർക്കൗട്ട് മുടക്കാൻ പറ്റില്ല. വർക്കൗട്ട് മുഖ്യം. ഇന്നത്തെ വർക്കൗട്ട് ഇസ് ലൈക്ക് ഒരു ഫുൾ അപ്പർ ബോഡി വർക്കൗട്ട്. സോ നമുക്ക് വർക്കൗട്ടിലേക്ക് കിടക്കാം. Red Bull doesn't give you wings. Lat pull downs do. വർക്കൗട്ടും കഴിഞ്ഞു. ചാലഞ്ച് തീരാനുള്ള സമയമായി. ആക്ച്വലി ചാലഞ്ച് തീരാനുള്ള സമയം കഴിഞ്ഞു. സോ ഇനി ഫ്രഷ് ആവുക, ഓഫീസിൽ പോവുക, ഫോൺ തിരിച്ചെടുക്കുക. എൻ്റെ എല്ലാ വർക്കൗട്ട്സും ഞാൻ നിങ്ങളെ കാണിച്ചിട്ടില്ല. വേറൊന്നുമല്ല, കണ്ടിട്ട് നിങ്ങൾക്ക് തന്നെ ബോറടിക്കും. പിന്നെ ഈ വർക്കൗട്ടിൻ്റെ ഇടയിൽ സംസാരിക്കുന്നതും വ്ളോഗ് ചെയ്യുന്നതൊക്കെ എനിക്ക് വലിയ പാടാണ്. ലൈക്ക് ശരിക്കും വ്ളോഗ് ചെയ്യുന്നവരെ സമ്മതിക്കണം. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. നമുക്ക് ഓഫീസിൽ പോയി ഇനി ഫോൺ എടുക്കാം. ചത്തിട്ടില്ല. 2% ചാർജ് ബാക്കിയുണ്ട്. കൊള്ളാം. OnePlus വരെ വീണാലും ചാർജ് നിൽക്കുന്നുണ്ട്. ഇതിനേക്കാൾ ചാർജ് നിൽക്കുന്ന ഫോൺ ഉണ്ടാവും. എന്നാലും നോക്കട്ടെ. യൂഷ്വൽ സാധനങ്ങൾ തന്നെ. മിസ് കോൾസ്, കുറേ സ്നാപ്ചാറ്റിൽ കുറേ സ്നാപ്സ് വന്നിട്ടുണ്ട്, കുറേ നോട്ടിഫിക്കേഷൻ, ഇതൊക്കെ തന്നെ. പ്രത്യേകിച്ച് വലിയ മാറ്റമൊന്നുമില്ല. ഓക്കെ, കുറേ നോട്ടിഫിക്കേഷൻ. ആൻഡ് എത്ര മിസ് കോള്? 1 2 3 4 5 6 7 മിസ് കോള്. ഓക്കെ, 4 പേരായിട്ട് 7 മിസ് കോള്. കുറേ പേര് റീൽ അയച്ചിട്ടുണ്ട്. ഓക്കെ, ഇന്നലെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ തന്നെ എനിക്ക് റീൽ അയച്ചിട്ടുണ്ട്. ഫോൺ എടുക്കുമ്പോൾ കാണുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും. ഓക്കെ, ഫോണിൻ്റെ അത് ഇത്രയേ ഉള്ളൂ. നമുക്ക് വേണമെങ്കിൽ ഈ മിസ് കോൾ അടിച്ചവരെ ഒന്ന് തിരിച്ച് വിളിച്ച് നോക്കാം. പക്ഷേ എനിക്കറിയില്ല, ചിലപ്പോൾ ചീത്തവിളി കിട്ടും. എന്തുകൊണ്ട് ഫോൺ എടുത്തില്ല എന്ന് പറഞ്ഞു. കുറച്ച് പേരോട് ഞാൻ പറഞ്ഞില്ല ഞാൻ അവൈലബിൾ ആയിരിക്കില്ല എന്ന്. ഈ മിസ് കോൾ അടിച്ചവരൊക്കെ ഒന്ന് വിളിച്ച് നോക്കാം. എല്ലാവരും വിളിക്കുന്നില്ല, 1 2 പേരെ വിളിച്ച് നോക്കാം. ഞാൻ ജീവനോടുണ്ട്, ചത്തിട്ടില്ല. എടാ ഞാൻ ഇല്ല ഇങ്ങോട്ടൊന്നും പറയണ്ട. ഞാൻ ആക്ച്വലി എന്താ പറയുക, ഞാൻ ഒരു ചലഞ്ച് ഏറ്റെടുത്തിരിക്കുകയായിരുന്നു. 24 hours വിത്തൗട്ട് ഫോൺ. ഞാൻ പറയാൻ വിട്ടുകളെ, ഐ എം സോറി. കുറച്ച് അപ്സെറ്റ് ആയിരുന്നു. അപ്പം ഇങ്ങനത്തെ റിയാക്ഷൻസ് കിട്ടാതിരിക്കാൻ ബാക്കി എല്ലാവരും വിളിക്കണ്ട. ഫോൺ ഇല്ലാത്തതിൻ്റെ ഒരു സൈഡ് നിങ്ങൾ കണ്ടു. ഫണ്ണായിരുന്നു. എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. പല ഓരോ സ്ഥലത്ത് പോയി തിരിച്ചു വന്നു. പക്ഷേ ശരിക്കും ഞാൻ ഫോണില്ലാത്തതിൻ്റെ ബുദ്ധിമുട്ടുകൾ അറിഞ്ഞു. ഇതിൻ്റെ മറ്റൊരു റിയാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ ഇവരെല്ലാം ഉണ്ടായിരുന്നു.
ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ എണീറ്റ് അത് കഴിഞ്ഞ് ജിമ്മിൽ പോയി, അപ്പോഴത്തേക്കും ചാലഞ്ച് തീർന്നു. പക്ഷേ ഞാൻ ഇതിൽ കണ്ട പ്രധാന പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്ക് കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ ഫോൺ ഒഴിവാക്കാൻ പറ്റില്ല. ആക്ച്വലി എനിക്ക് എന്തായാലും പറ്റില്ല. പിന്നെ ഇത് അലാറം വയ്ക്കാൻ പറ്റില്ല. മെയിൻ സാധനം ഗൂഗിൾ പേ, കയ്യിൽ എപ്പോഴും ക്യാഷ് ക്യാരി ചെയ്തുകൊണ്ട് നടക്കണം. ഒരു കൺവീനിയൻസിൻ്റെ പ്രശ്നം മോസ്റ്റ് ഡെഫിനറ്റ്ലി അവിടെ ഉണ്ട്. പിന്നെ ഫ്രണ്ട്സ് ഒന്നും ഇല്ലെങ്കിൽ വളരെ ബോറടി തന്നെയാണ്. താങ്ക്സ് ടു ദീസ് ഗൈസ്. ഇവരില്ലായിരുന്നെങ്കിൽ ഇത്രയൊക്കെ ഉള്ളൂ. സോ എനിക്ക് ആക്ച്വലി വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഇന്ന് രാവിലെ ഞാൻ എണീക്കുന്നത് തന്നെ ഈ ഫോൺ എപ്പോൾ തിരിച്ച് കിട്ടും അല്ലെങ്കിൽ ഇന്ന് എൻ്റെ ഫോൺ കിട്ടുമല്ലോ എന്ന് ആലോചിച്ചിട്ട് തന്നെയാണ്. സോ ദാറ്റ്സ് അബൌട്ട് ഇറ്റ്. ഇനിയും എന്തെങ്കിലും ചലഞ്ചസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം. ആൻഡ് ഈ കണ്ണിൽ മുളക് തേച്ചിട്ട് റോഡിൽ പോയി നിൽക്കുക അങ്ങനെയൊന്നും പറയരുത്. മനുഷ്യർ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ പറഞ്ഞു നോക്കൂ, ഞാൻ ചെയ്യാം. നമുക്കൊരു ഈ ചാനലിലൂടെ നമുക്ക് ഒരു വൺ സൈഡും കൂടി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഓക്കെ, താങ്ക് യു.